ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് നാം വായിക്കുന്നു. ജീവിതത്തിൽ ഒരു കഴിവുമില്ലാത്ത, എഴുന്നേറ്റ് നടന്ന് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ആയിരുന്ന ആ മനുഷ്യനെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ആ വിഷയത്തിന് വിടുതലാകും എന്ന് ഈ 4 ആൾ ചിന്തിച്ചു. അതുകൊണ്ടാണല്ലോ ആ 4 ആളുടെ വിശ്വാസത്താൽ ആ മനുഷ്യനെ അവിടെ കൊണ്ടുവരുവാൻ ഇടയായത്. ഒരു പ്രയോജനവുമില്ലാത്തവനെ ഒരിക്കലും ഇനി എഴുന്നേൽക്കത്തില്ല, നടക്കില്ല, ഒന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളിയവരുടെ മുമ്പിൽ ഇതാ ആ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു, എല്ലാ കഴിവുമുള്ളവനാക്കുന്നു, എല്ലാം ചെയ്യുവാൻ, എല്ലാം പ്രവർത്തിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുവാൻ ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, ആത്മാവിൻ്റെ ഒരുക്കത്തോടെ ഇതാ ആ മനുഷ്യൻ വിടുതൽ പ്രാപിച്ച് കടന്നു പോകുന്ന കാഴ്ച. എത്ര വലിയ സുന്ദരമായ അനുഭവമാണിത്. ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, നടക്കത്തില്ല, സാധിക്കത്തില്ല, ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് വാക്കുകളുടെ പെരുപ്പത്താൽ കാര്യങ്ങൾ ചിന്തിച്ചും ക്ഷീണിച്ചും ഭാരപ്പെട്ടും ഇരിക്കുന്നവർക്ക് ഈ ദൂതൊരു ബലമാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ കഴിയാത്ത കാര്യമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയാത്ത കാര്യമുണ്ടോ? സർവശക്തനായ ദൈവം തന്നെയല്ലേ നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത്. അവൻ ഇന്നും അനന്യം തന്നെ. ആ ദൈവം വലിയവ ചെയ്യുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങൾ ഏൽപ്പിക്കണം. നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ആ 4 ആൾ ആ പക്ഷപാതക്കാരനെ ആ വീടിന് ചുറ്റും കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നെങ്കിൽ ഒരിക്കലും വിടുതൽ പ്രാപിക്കത്തില്ല. അവരെന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ അതിനെ എത്തിക്കുക എന്നുള്ളതാണ്. അവൻ്റെ അടുക്കൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിന് വിടുതലായി. അവൻ എഴുന്നേറ്റു നടന്നു. 5 പേര് ഒന്നിച്ചു നടന്നു പോകും. 4 ആൾ പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവരുന്ന വിഷയം, പ്രാർത്ഥനയോടെ കൊണ്ടുവരുന്ന വിഷയം, മനസ്സിൻ്റെ ഭാരത്തോടെ വരുന്ന വിഷയം. ഇതാ സർവശക്തനായ കർത്താവിൻ്റെ അടുക്കലാണോ കൊണ്ടുവന്നത്? അത് ഇറക്കി വെക്ക്. മനസ്സിൽ നിന്ന് ഇറക്കി വെക്ക്, ശരീരത്തിൽ നിന്ന് ഇറക്കി വെക്ക്, ഹൃദയത്തിൽ നിന്ന് ഇറക്കി വെക്ക്. എല്ലാം ഇറക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്തിരുന്നാട്ടെ. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കട്ടെ. 4 ആളുടെ വിശ്വാസം കർത്താവ് നോക്കിയപ്പോൾ 4 പേരുടെയും വിശ്വാസം ഒരുപോലെ, ഒരേ ഹൃദയം, ഒരേ ശരീരം, ഒരേ മനസ്സ്. അങ്ങനെയെങ്കിൽ ഭവനത്തിനകത്ത് പ്രിയപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ ദൂത് അറിയിക്കട്ടെ. 4 പേര് ഭവനത്തിലുണ്ടോ? അപ്പനും അമ്മയും 2 മക്കളും അടങ്ങുന്ന 4 പേരടങ്ങുന്ന കുടുംബം. അതെ, ആ 4 പേർക്കും ഈ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഒരു വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ 4 പേരും എന്ത് ചെയ്യണം? കർത്താവിൽ പൂർണ്ണമായും ഒരേപോലെ വിശ്വസിക്കണം. അതെ, ദൈവകൃപ ഏറ്റെടുത്ത് വിശ്വസിക്കണം, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് 4 പേരും കൂടെ പ്രാർത്ഥിച്ച് കൈകോർത്ത് പിടിച്ച് കർത്താവിൻ്റെ കരങ്ങൾ കാര്യം ഭരമേൽപ്പിച്ചിട്ട് സ്തോത്രം ചെയ്ത് എഴുന്നേറ്റ് ദൈവം വിടുതൽ തരുന്നത് കാണാം. ആമേൻ, ഹല്ലേലൂയ. അത്ഭുത വിടുതൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ 6 പേരുണ്ടോ? ഒരാളെ ഉള്ളോ? എത്ര പേരുണ്ടോ വീട്ടിനകത്ത്? വീട്ടിലുള്ളവരെല്ലാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം, ഐക്യതയോടെ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിൽ കാര്യം ഭരമേൽപ്പിച്ചാൽ വിടുതലാണ്. അതല്ലാതെ നാം തന്നെ അതിനെ ചുമന്നുകൊണ്ട് നടന്നാൽ അതിനൊരിക്കലും വിടുതൽ പ്രാപിക്കത്തില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെല്ലാം ഏൽപ്പിക്കാം. ആർക്കാണ് ഭാരമില്ലാത്തത്? ആർക്കാണ് വേദനയില്ലാത്തത്? ആർക്കാണ് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അതേ രോഗങ്ങളും ക്ഷീണങ്ങളും ഇല്ലാത്തത്? എല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും. എന്നാൽ ചിലരൊക്കെ അവരവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് വിട്ടിട്ട് ദൈവസന്നദ്ധിയിൽ ഈ വിഷയം ഒന്ന് സമർപ്പിക്കാമോ? സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകളെ മാറ്റും. നിങ്ങൾക്ക് അത് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിൽ ഇതാ എല്ലാം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ
ഒരുക്കിയെടുക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. ഞങ്ങളെ ശക്തരാക്കുന്ന മുഖാന്തരം ഞങ്ങൾ സകലത്തിലും മതിയായവനാകും. കൃപ കൊണ്ടിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.